ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിലെ ആരോപണങ്ങളിൽ ത്വരിത പരിശോധനയ്ക്ക് കോടതി ഉത്തരവിട്ടതോടെ കോൺഗ്രസും പ്രതിരോധത്തിലാണ്. പ്രാഥമിക അന്വേഷണത്തിൽ 1 മാസത്തെ സമയപരിധി നൽകിയിട്ടുണ്ടെങ്കിലും ഇക്കാലയളവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലാകും എന്നതാണ് രാഷ്ട്രീയ മാനം കൂട്ടുന്നത്. കൊടിമരത്തിന്റെ അറ്റകുറ്റപ്പണിയിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് അജയ് തറയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ ഏറ്റവും വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൃഹസന്ദർശനമടക്കമുള്ള പരിപാടികളിലേക്ക് ഇടതുപക്ഷം കടക്കുകയും ചെയ്തത്. അതിനിടയിലാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ കൊടിമരത്തിലെ സ്വർണം അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി വിജിലൻസ് അന്വേഷണത്തിന് SITയുടെ ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഉത്തരവിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തെ വിജിലൻസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ DYSP ഹരി CS നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും ദ്രുത പരിശോധനയിലൂടെ 1 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കോടതിയിൽ നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക. അതായത് അന്തരിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് അന്ന് ഭരണത്തിലുണ്ടായിരുന്നത്. നമുക്കറിയാം അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങൾ. ആദ്യഘട്ടത്തിൽ അജയ് തറയിൽ തന്നെ ഫീനിക്സ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് 3.2 കോടി രൂപ കൈപ്പറ്റിയതൊഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ആരുടെയും പക്കൽ നിന്ന് ഈ കൊടിമരത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി കൈവശം വാങ്ങിയിട്ടില്ലായിരുന്നുവെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രതികരണം. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തന്നെ അത് തിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഈ സ്വീകരിച്ചിരിക്കുന്ന സംഭാവനകൾക്ക് പ്രത്യേകിച്ച് ചലച്ചിത്ര താരങ്ങൾ അടക്കം ഈ കൊടിമരത്തിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി സ്വർണം സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതിന് തിരികെ രസീത് നൽകിയിട്ടില്ല എന്നതാണ് ഇവിടുത്തെ ഒരു വീഴ്ച. അതായത് ഇങ്ങനെ സംഭാവനകൾ ആയി നൽകുന്നതിന് രസീത് നൽകുന്ന ഒരു പതിവില്ല എന്നാണ് അന്നത്തെ ഭാരവാഹികൾ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. 3A പ്രകാരം കൃത്യമായി രസീതുകൾ നൽകണമെന്നൊരു വ്യവസ്ഥ നിലനിൽക്കെ എന്തുകൊണ്ട് അത് നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയായിരിക്കും വിജിലൻസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ചെയ്യുക. പക്ഷേ അത് രാഷ്ട്രീയമായി കോൺഗ്രസിനെ കൂടി ഈ വിഷയത്തിൽ പുകമുറയിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് ഇത് സർക്കാരായിരുന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നതെങ്കിൽ അതിനെ കൃത്യമായി രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണം, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും സംശയനിലയിൽ നിർത്താനായി രാഷ്ട്രീയമായി വിജിലൻസിനെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന ആക്ഷേപം ഉന്നയിക്കാമായിരുന്നു. പക്ഷേ ഇത് SITയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ SITയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിക്കെതിരെ പറയുന്നത് പോലെയാകും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അത്തരത്തിൽ നടത്തിയാൽ. പക്ഷേ സുതാര്യമായിട്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ആരോപണം ഉന്നയിക്കുന്ന പോലെ ഒരു തരത്തിലുള്ള അഴിമതിയോ മറ്റു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ നടന്നിട്ടില്ല ആ സമയത്തെന്ന് അജയ് തറയിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം. എന്തായാലും 1 മാസമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ആ 1 മാസം എന്ന് പറയുന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാകും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കളെ കൂടി സംശയനിലയിൽ നിർത്തിക്കൊണ്ട് ഈ കൊടിമരത്തിൻ്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന വിജിലൻസിൻ്റെ പരിശോധന നടക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടൊരു കാര്യമാണ്. അതായത് നിയമപരമായും രാഷ്ട്രീയമായും ഒക്കെ ഇതിന് മറുപടി നൽകേണ്ട ഒരു സാഹചര്യം. നേരത്തെ നമുക്കറിയാം അടൂർ പ്രകാശിലും ആന്റോ ആന്റണിയിലും തുടങ്ങിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അതിപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്ന ബോർഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിനേത് തരത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് മറുപടി പറയും എന്നതാണ് ഇനി അറിയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.